നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാനിലേക്കില്ല എന്ന നിലപാട് ശക്തമാക്കിയതോടെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഇന്ത്യയുടെ ആവശ്യങ്ങളോട് അനുകൂലമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രതികരിക്കാതിരുന്നതോടെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ബഹിഷ്കരിക്കുമെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം ഹൈബ്രിഡ് മാതൃകയിൽ മത്സരം നടത്താമെന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. ICCയുടെ നിർദ്ദേശം പാകിസ്ഥാനും അംഗീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങൾക്ക് ദുബായിയാകും വേദിയാവുക. ദുബായിൽ ഇന്ത്യൻ താരങ്ങൾ ഇതിനു മുൻപ് കളിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാൻ നേരത്തെ ഹോം ഗ്രൗണ്ടായി ഉപയോഗിച്ചിരുന്നത് ദുബായിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ദുബായിൽ നേരിടുന്നത് പാകിസ്ഥാന് പ്രയാസമുണ്ടാകില്ല. ദുബായിലെ പിച്ച് സ്പിന്നിന് അല്പം കൂടി അനുകൂലമാണ്. ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. നായക സ്ഥാനത്ത് രോഹിത് ശർമ്മയാകും ഉണ്ടാവുക. രോഹിത്തിന്റെ ഇന്ത്യൻ ജേഴ്സിയിലെ അവസാന പരമ്പരയായി ഇത് മാറാനും സാധ്യതയുണ്ട്. രോഹിത്തിനൊപ്പം യശസ്വി ജയ്സ്വാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. എന്നാൽ നിലവിലെ ഇന്ത്യയുടെ ഏകദിന ഓപ്പണർ സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലാണ് ഉള്ളത്. ഗില്ല് മിന്നിക്കുന്ന സാഹചര്യത്തിൽ രോഹിത്തിനൊപ്പം അദ്ദേഹം തന്നെ ഓപ്പണറായി ഇറങ്ങിയേക്കും. യശസ്വി ജയ്സ്വാളിന്റെ ഏകദിന അരങ്ങേറ്റം വൈകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി തന്നെ തുടരേണ്ടതുണ്ട്. കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് തിളങ്ങാനാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും കോഹ്ലിയിൽ വലിയ പ്രതീക്ഷ വെച്ചാകും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുക. ദുബായിലെ സ്പിൻ സാഹചര്യം കോഹ്ലിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. 4-ാം നമ്പറാണ് വളരെ പ്രധാനപ്പെട്ടത്. ഏറെ നാളുകളായി 4-ാം നമ്പറിൽ ഇന്ത്യ പരീക്ഷണം തുടരുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരെ ഇന്ത്യ കളിപ്പിക്കാനാണ് സാധ്യത. നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ശേഷിയുള്ളവനാണ് ശ്രേയസ് അയ്യർ. സഞ്ജു സാംസണും 4-ാം നമ്പറിൽ അവസരം തേടുന്നുണ്ട് എങ്കിലും പ്രധാന പരിഗണന ശ്രേയസിനാകും. KL രാഹുൽ 5-ാം നമ്പറിൽ കളിക്കാനാണ് സാധ്യത. മധ്യനിരയിൽ രാഹുലിനെ പോലെ ഒരു സീനിയർ താരത്തിന്റെ സേവനം ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാഹുലിനെയാകും മധ്യനിരയിൽ കൂടുതൽ വിശ്വസിക്കാൻ സാധ്യത. 6-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് വേണ്ടതുണ്ട്. ഏകദിനത്തിലും ഇന്ത്യ മുഖ്യ പരിഗണന ഋഷഭിന് നൽകാനാണ് സാധ്യത കൂടുതൽ. ഇടംകൈയൻ വിക്കറ്റ് കീപ്പർക്ക് ദുബായിലെ സാഹചര്യത്തിൽ തിളങ്ങാനാകുമെന്ന് ഉറപ്പാണ്. ഹർദിക് പാണ്ഡ്യ 7-ാം നമ്പറിൽ ഇറങ്ങണം. ഓൾറൗണ്ടർ പേസ് ഓൾറൗണ്ടർക്ക് ബാറ്റ് കൊണ്ടും അതുകൊണ്ട് തന്നെ പന്ത് കൊണ്ടും ഒരുപോലെ മിന്നിക്കാൻ സാധിക്കുന്നതാണ്. 8-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി അക്ഷർ പട്ടേലിനെയാണ് ആവശ്യം. 9-ാം നമ്പറിൽ കുൽദീപ് യാദവ് വേണം. ചൈനമൻ സ്പിന്നറിന് അനുയോജ്യമായ സാഹചര്യമാണ് ദുബായിലുള്ളത്. 10-ാം നമ്പറിൽ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ വരേണ്ടതുണ്ട്. 11-ാമനായി മുഹമ്മദ് ഷമി വരേണ്ടതുണ്ട്. നിലവിൽ പരിക്കേറ്റ ഇന്ത്യൻ ടീമിന് പുറത്താണ് ഷമി. തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന താരത്തെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിപ്പിക്കേണ്ടതായുണ്ട്. മുഹമ്മദ് സിറാജിനെ ബാക്കപ്പ് താരമായി കളിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഈ ഒരു 11-മായി ഇന്ത്യ പാകിസ്ഥാനിൽ ഇറങ്ങിയാൽ പാകിസ്ഥാന് ഉള്ളൊരു പ്രതികാരം കൂടിയാകും. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം നേടിയിരുന്നു. ഇതിന് തക്ക മറുപടി കൊടുക്കാൻ ഉറച്ചായിരിക്കും ഇന്ത്യ ഇത്തവണ ഇറങ്ങുക.